അങ്ങയുടെ ഈ വല്ലഭൻ എന്നുള്ള പേര് മാറ്റണം. അതെന്തിനാണ് ഇപ്പൊ ഞാൻ മാറ്റുന്നത്? അപ്പൊ ഞാൻ നടന്നു പോകുമ്പോ നാട്ടുകാർ പറയുന്നു വല്ലന്റെ ഭാര്യ പോന്നു, വല്ലന്റെ ഭാര്യ പോന്നു. അതുകൊണ്ട് റാണി, അതൊക്കെ എന്റെ പേര്. ആഹാ. സൂപ്പർ അല്ലേ? അത് ശരി. നളിനി. റാണിയുടെ പേര് സൂപ്പറാന്ന് പറഞ്ഞ് ഞാൻ എന്തിനു നടന്ന് നളിക്കണം? യോ, നളിക്കണോന്നല്ല പറഞ്ഞത്, നളിനിന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റാണിയുടെ പേര്? അതെ, നമ്മൾ ഇവിടെ പേര് മാറ്റി കളിക്കാനാണോ വന്നത്? അയ്യോ, അല്ലല്ല. നമ്മുടെ ഈ പ്രജകൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് അത് തിരുത്താൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ഫ്രാൻസിസുമായിട്ട് വന്നത്. ഫ്രാൻസിസോ? അതാരടിയത്? ഈ വേഷം മാറി വരുന്നവരെ എന്താ പറയുന്നത്? ഭഗവാനെ, ഫാൻസി ഡ്രസ്. ആ ഡ്രസ്സായിട്ട്. റാണി, നമ്മൾ രണ്ടുപേരും ഈ വേഷം മാറി ഇവിടെ വന്നിട്ട് ഒരു ഉപയോഗമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് പറഞ്ഞു? ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് പ്രഭോ. അത് റാണിക്ക് എങ്ങനെ മനസ്സിലായി? ചന്തിയില്ലാത്ത 3 പേരല്ലേ ആ നടന്നു പോന്നെ. ശ്ശോ, എങ്കിൽ അവരുടെ ചന്തിക്ക് വേണ്ടി നമ്മളുടെ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ചന്തി നോക്കി എങ്ങനെ ബഡ്ജറ്റിൽ എഴുതി ചേർക്കും പറ? എഴുതി ചേർക്കാൻ പറ്റത്തില്ലല്ലേ? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു റൗണ്ട് ഇട്ടിട്ട് നടുക്കൂടെ ഒരു വര വരച്ചിട്ടാ മതി. പ്രഭോ, ഓ, ദാ അങ്ങോട്ട് നോക്കിയേ, ആ വീട് കണ്ടോ? അത് കാണാതിരിക്കാൻ എന്റെ കണ്ണിൽ കുരുവൊന്നുമില്ലല്ലോ. അതല്ലെന്ന്, എന്റെ അച്ഛൻ തമ്പുരാൻ രാവിലെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധമില്ലേ, അതുണ്ടാക്കിയത് ആ വീട്ടിലാണ്. അത് ശരി. അയാൾക്ക് വെറും 3000 രൂപ അതിന് കൊടുത്തുള്ളൂ. ആഹാ, അത് കൊള്ളാല്ല. ആ നാറിയെ പിടിച്ച് തുറങ്കിൽ അടയ്ക്കൂ. എന്തോത്തിന്? നിന്റെ അച്ഛനെ രാവിലെ നാക്ക് വടിക്കാൻ ടംഗ്ലീനർ ഉണ്ടാക്കിയതിന് 6000 ഗുണമേ. രാജാവിനെ വരിപ്പിക്കുന്നതിന് ഒരു പരിചയൊക്കെ വേണം കേട്ടോ അച്ഛനെ മോളും.